ഇങ്ങനെ ഓരോ ആഴ്ചയും അല്ലാഹുവിനെ മഹബത്ത് വെച്ചവരുടെ മാറ്റുകൂട്ടുന്ന അങ്ങാടിയാണ് സ്വർഗത്തിലെ സൂഖെന്ന് അബൂ ഹുറൈറ തങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ വെച്ച് കാണാൻ തുണ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് അല്ലാഹു ജല്ല ജലാലു അമ്മനവാലു തആല ഫീ ഉലാ നിഅമൽ മൗലാ അൻത യാ അല്ലാഹ്. അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അനക്കം വരണം, ഒരു പ്രതീക്ഷ വരണം, ഒരു ഭയം വരണം. അത് വരുമ്പോഴാണ് മോനെ എന്റെ ഉള്ളിൽ റബ്ബുണ്ടെന്ന് പറയാൻ പറ്റൂ. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. ഈ ദിക്ർ ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രമേയമാണ്. മഹാനായ ഗൗസേ പാക് ഗൗസുൽ ആലം ഗൗസ് കഹേ ഗൈസ് ഹേ ശൈദാ തേരാ വഗൗസ് കഹേ ഗൈസ് ഹേ ബാലാ തേരാ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ അവിടുത്തെ ജീവിതാവസ്ഥയാണത്. അല്ലാഹു ഹാദിരി, പടച്ചോനെ നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. അല്ലാഹു നാദിരി, നിന്റെ നോട്ടത്തിലാണല്ലോ. അല്ലാഹു ഷാഹിദി, നീ എന്റെ മുഴുവൻ ചലനങ്ങളെയും രേഖപ്പെടുത്തുന്ന അധികാരിയാണല്ലോ. എന്തിന് ഞാൻ ഇതെല്ലാം പറയണം? അല്ലാഹു മഈ, അവനില്ലാത്തൊരിടവും അവനില്ലാത്തൊരവസ്ഥയും എനിക്കില്ലല്ലോ. ഈ ഒരു വിചാരത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് ഗൗസുൽ ആദം തങ്ങൾ എത്തിയതിന്റെ ഒരു വേർബൽ അല്ലെങ്കിൽ അതിന്റെ ഒരു രേഖയാണത് ഈ ദിക്ർ. അല്ലാതെ നമ്മുടെ സമയക്രമം അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു വിചാരമാണ്. ഇതൊരു മുഅ്മിൻ എത്തിച്ചേരേണ്ട ഒരവസ്ഥയാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലാഹ്, നിന്റെ നോട്ടമില്ലാത്തൊരു സ്ഥലമില്ല, നീ അറിയാത്തൊരിടമില്ല. അങ്ങനെ റബ്ബ് നമ്മുടെ ഖൽബിൽ ഇങ്ങനെ ഉണ്ടാവണം, റബ്ബ് നമ്മുടെ ഖൽബിൽ ഇങ്ങനെ ഉണ്ടാവണം, അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോഴാണ് മോനെ അത്തഖാഫുല്ലാഹ്, പടച്ചോനെ പേടിയില്ലേടാന്ന് ചോദിക്കുമ്പോ അവിടെ നിൽക്കണം. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹ് എന്ന് പറയുമ്പോ കൽബിൽ ഒരു ആനന്ദമുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ എവിടെങ്കിലും ഒരു അനക്കം ഫീൽ ചെയ്യാറുണ്ടോ ഉള്ളില്? അതല്ല വെറുതെ ഇങ്ങനെ നാവുകൊണ്ട് പറഞ്ഞു പോകണം. അല്ലാഹ് എന്ന് പറയുന്നതിന്റെ ഒരു മധുരം നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ, അല്ലാതിരിക്കുമ്പോ എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ മഹത്വമുള്ള പേര്, ലോകത്ത് ഏറ്റവും മഹത്വമുള്ള പേര് അഅറഫുൽ മആരിഫ്, ആ പേര് പറയുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നനവ്, ഒരു കിനിവ്, ഒരു ചലനം അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലാഹ് എന്ന് പറയുമ്പോ എന്റെ ഉള്ളിൽ എവിടെയോ എന്തോന്നുണ്ടോ? എന്തെങ്കിലും ഒരു അനക്കം. അങ്ങനെ ഒരു അനക്കമുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട്. ഒന്നുമില്ലെങ്കിൽ പണി ഒരുപാട് എടുക്കേണ്ടതുണ്ട്. അല്ലാഹ് എന്ന ജല്ല ജലാലായ റബ്ബിന്റെ പേര് പറയുമ്പോൾ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഇങ്ങനെ വരണം. ഒരാള് പറയാണ്, എടാ അല്ലാഹുവിനെ ഭയക്കുന്നില്ലേടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാവണം. ഇന്നിപ്പോ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുന്നതിന് ലംഘിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അല്ലാഹ് എന്ന് സ്പെൽ ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ ജലാലത്തിന്റെ നാമം കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അനക്കങ്ങളില്ല, ചലനങ്ങളില്ല.
ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അനക്കം വരണം, ഒരു പ്രതീക്ഷ വരണം, ഒരു ഭയം വരണം. അത് വരുമ്പോഴാണ് മോനെ എന്റെ ഉള്ളിൽ റബ്ബുണ്ടെന്ന് പറയാൻ പറ്റൂ. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. തുസല്ലി ബിലാ ഖൽബിൻ, ഖൽബില്ലാതെയുള്ള നിസ്കാരം, ഇബാദത്തുകൾ. യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. ആ കർമ്മം കൊണ്ട് ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാവും. അപ്പൊ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അനക്കം വരുന്നുണ്ടോ? ഞാൻ ഇന്നലെ വരെ പറഞ്ഞ വിഷയം പോലെ അല്ല ഇത്, ഈ നിമിഷം വരെ പറഞ്ഞതുപോലെ വിഷയം പോലെയുള്ള ഒരു കാര്യമല്ല ഇത്. നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹ് എന്ന ചിന്ത വരണം ഉള്ളിൽ. ഈ ദിക്ർ സമയമുണ്ടെങ്കിൽ 111 എല്ലാനും, സമയമില്ലെങ്കിൽ 11 എല്ലാനും, തിരക്കുണ്ടെങ്കിൽ 1 എല്ലിട്ട് അതിന്റെ മൾട്ടിപ്പിൾ പറയാനുള്ള സാധനം അല്ലത്. ഈ ദിക്ർ ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രമേയമാണ്. മഹാനായ ഗൗസേ പാക് ഗൗസുൽ ആലം ഗൗസ് കഹേ ഗൈസ് ഹേ ശൈദാ തേരാ വഗൗസ് കഹേ ഗൈസ് ഹേ ബാലാ തേരാ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ അവിടുത്തെ ജീവിതാവസ്ഥയാണത്. അല്ലാഹു ഹാദിരി, പടച്ചോനെ നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. അല്ലാഹു നാദിരി, നിന്റെ നോട്ടത്തിലാണല്ലോ. അല്ലാഹു ഷാഹിദി, നീ എന്റെ മുഴുവൻ ചലനങ്ങളെയും രേഖപ്പെടുത്തുന്ന അധികാരിയാണല്ലോ. എന്തിന് ഞാൻ ഇതെല്ലാം പറയണം? അല്ലാഹു മഈ, അവനില്ലാത്തൊരിടവും അവനില്ലാത്തൊരവസ്ഥയും എനിക്കില്ലല്ലോ. ഈ ഒരു വിചാരത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് ഗൗസുൽ ആദം തങ്ങൾ എത്തിയതിന്റെ ഒരു വേർബൽ അല്ലെങ്കിൽ അതിന്റെ ഒരു രേഖയാണത് ഈ ദിക്ർ. അല്ലാതെ നമ്മുടെ സമയക്രമത്തിനനുസരിച്ച് പ്ലേ ചെയ്യാനുള്ള ഒരു മന്ത്രമല്ല. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു വിചാരമാണ്. ഇതൊരു മുഅ്മിൻ എത്തിച്ചേരേണ്ട ഒരവസ്ഥയാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ, അല്ലാഹ് നിന്റെ നോട്ടമില്ലാത്തൊരു സ്ഥലമില്ല, നീ അറിയാത്തൊരിടമില്ല. അങ്ങനെ റബ്ബ് നമ്മുടെ കൽബിൽ ഇങ്ങനെ ഉണ്ടാവണം, റബ്ബ് നമ്മുടെ കൽബിൽ ഇങ്ങനെ ഉണ്ടാവണം, അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോഴാണ് മോനെ അത്തഖാഫുല്ലാഹ്, പടച്ചോനെ പേടിയില്ലേടാന്ന് ചോദിക്കുമ്പോ അവിടെ നിൽക്കണം. നമ്മുടെ ഉള്ളിൽ ഇന്ന് അല്ലാഹു എന്ന ചിന്ത ഉണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു പോയി. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് നിസ്കാരഘട്ടത്തിൽ ഈ രക്ഷിതാവിലേക്കൊരു ബന്ധമുണ്ടോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്. കൂട്ടുകാരനായ സ്വഹാബിയോട് പറയാണ്, അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗത്തിലെ മാർക്കറ്റിൽ വെച്ച് കാണാൻ തൗഫീഖ് തരട്ടെ. അപ്പോ കേട്ട സ്വഹാബിക്ക് ഒരു അത്ഭുതം. മഫിൽ ജന്നത്തി സൂഖുൻ, എന്തേ സ്വർഗ്ഗത്തിൽ അങ്ങാടിയുണ്ടോ? അതേ, ലാ ബൈഅ ഫീഹി വലാ ശിറാ, അത് വ്യാപാര വ്യവഹാരങ്ങളുടെ അങ്ങാടിയല്ല. സ്വർഗ്ഗത്തിൽ ഒരങ്ങാടിയുണ്ട്. അത് അല്ലാഹുവിനെ ഇഷ്ടം വെച്ച ആളുകള് ഓരോ ആഴ്ചയും ഒത്തുകൂടുന്ന സ്ഥലമാണ്.
അവരവരുടെ സ്വർഗത്തിലെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വരും. തിരിച്ചു ചെല്ലുമ്പോഴേക്ക് ആ കൊട്ടാരത്തിൽ ഇരിക്കുന്നവർ ചോദിക്കും, എവിടെന്നാണ് നിങ്ങൾ വരുന്നത്? നിങ്ങളുടെ പ്രകാശമേറിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പ്രഭ കൂടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഓരോ ആഴ്ചയും അല്ലാഹുവിനെ മഹബത്ത് വെച്ചവരുടെ മാറ്റുകൂട്ടുന്ന അങ്ങാടിയാണ് സ്വർഗത്തിലെ സൂക്കെന്ന് അബൂ ഹുറൈറ തങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ വെച്ച് കാണാൻ തുണ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു തആല ഫീ ഉലാ നിഅമൽ മൗലാ അൻത യാ അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു അല്പസമയം വേണം. എന്നെങ്കിലും നമ്മൾ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് അല്ലാഹ് മോനെ ഇതെല്ലാം നമുക്ക് തന്നത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ അനുഭവം ഈ കൂട്ടത്തിൽ എത്ര പേർക്കുണ്ട്? മക്കളെ, ഈ വീട് തന്നത് അല്ലാഹുവാണ്, ഇത് മുഴുവനും തന്നത് അല്ലാഹുവാണ്. ആ ജല്ല ജലാലായ റബ്ബ് നമുക്കെല്ലാം വാരിക്കോരി 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 നമ്മൾ ചോദിക്കാതെ തന്ന അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. നമ്മുടെ വീട്ടിൽ എന്നെങ്കിലും കുടുംബത്തോടൊപ്പം ഇരുന്ന് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്താണ്, മാഷാ അല്ലാഹ്. അല്ലാഹു തന്നതാണ്, മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ നമ്മുടെ ഖൽബിലേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ അല്ലാഹു ഉള്ളപ്പോഴുള്ള കാര്യമാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ നബിയേ, ഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവിടുന്ന് പറയണം, നബിയേ ഫഇന്നി ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയണം നബിയേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, ചോദിച്ചോളൂ ഞാൻ തരാം, ചോദിച്ചോളൂ ഞാൻ തരാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എത്ര വലിയ ഔദാര്യാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ അല്ലാഹ് എന്ന ദിക്ർ, അല്ലാഹ് എന്ന ജീവൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഖൽബിൽ വേണം. എന്റെ ഉമ്മമാര്, സഹോദരിമാര്, ജ്യേഷ്ഠന്മാര്, സഹോദരങ്ങള്, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന വിചാരത്തെ നമുക്ക് സ്ഥാപിക്കാനായാൽ രക്ഷപ്പെട്ടു പോയി. നമ്മുടെ മക്കളുടെ ഉള്ളിലും അല്ലാഹ്, പടച്ചോനെ നിന്നെ ശരിയായ നിലക്ക് ദിക്ർ ചെയ്യുന്ന ഹയാത്തുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നിന്റെ ദിക്ർ കൊണ്ട് നല്ല ഹയാത്തുള്ള ഖൽബാക്കണം അല്ലാഹ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ വിറക്കും, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ പ്രകമ്പനം കൊള്ളും. അങ്ങനെ നമ്മുടെ ഖൽബ് എന്ന് മാറുന്നോ അപ്പോഴാണ് ജീവനുള്ളവരായി നമ്മൾ മാറുക. അതുവരെ നമുക്ക് ജീവനുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാഹ് എന്ന ദിക്ർ നമ്മുടെ ഖൽബിൽ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഖൽബിൽ വേണം. അല്ലാഹുവിലേക്ക് ചേർന്ന് നിൽക്കണം. അല്ലാഹ്, ഈ വിഷയം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഏത് ഇബാദത്തും നമ്മൾ എന്താ പറയാ? ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ അല്ലാഹ് എത്ര ശതമാനം ഉണ്ടായിരുന്നു? ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരല്പസമയമെങ്കിലും അതിലുണ്ടായിട്ടുണ്ടാവും. നവൈതു സൗമ ഗദിൻ ലില്ലാഹി തആല, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു. നവൈതുൽ ഹജ്ജ വ ഹറംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. അല്ലാഹുവിന് വേണ്ടി ഞാൻ ഉംറ ചെയ്യുന്നു.
അവിടെ എല്ലാം പ്രധാന പ്രമേയം എന്താ? അല്ലാഹ് എന്ന ദിക്റാണ്, അല്ലാഹ് എന്ന ഓർമ്മയാണ്. ആ ഓർമ്മ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടോ? അല്ലാതെ കേവലമായ ജാടകൾക്കൊരു വിലയുമില്ല. ഈ സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ നിധി എന്താണ്? അല്ലാഹുവിനോടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള മഹബ്ബത്താണ്. അപ്പൊ ഇന്നാ ലില്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനിന് റിലീഫാണ്, ആശ്വാസം. നീ തന്ന കുഞ്ഞ് നീ വിളിച്ചപ്പോൾ ഞാൻ നിനക്ക് തിരിച്ചു തന്നു. നിന്നോട് അവലാതി പറയാൻ എനിക്ക് അവകാശമില്ല, നീ പരമാധികാരിയാണ്. നീ തന്ന ഉപ്പ നീ വിളിച്ചപ്പോ തിരിച്ചു വന്നു, അവലാതി പറയാൻ ന്യായമില്ല. അല്ലാഹുവേ, എന്നെയും നീ തന്നെയാണ് പടച്ചത്, നീ വിളിക്കുമ്പോൾ ഞാൻ വരണം. ആരോടും പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല. നിന്നെ കാണാൻ പറ്റുന്നൊരു കോലത്തിൽ എനിക്ക് ജീവിക്കണമെന്നേ ഉള്ളൂ. വേറെന്ത് പറയാനാണ്? നീയാകുന്ന രക്ഷിതാവിലേക്ക് ഞാൻ വരണം. ആ വരുമ്പോൾ നിനക്കിഷ്ടപ്പെടുന്ന ഒരാളായി വരണം. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറഞ്ഞതുപോലെ ആനന്ദത്തോടെ ഒരു മരണം കിട്ടണം. അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ.